ലൈംഗിക അതിക്രമ കേസിൽ തെഹൽക്ക മാഗസിൻ മുൻ എഡിറ്റർ ഇൻ ചീഫ് തരുൺ തേജ്പാലിന് 10 വർഷം തടവ് ശിക്ഷ. 2013 സഹപ്രവർത്തകയെ പീഡിപ്പിച്ച കേസിൽ ബോംബെ ഹൈക്കോടതിയുടേതാണ് വിധി. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകാൻ. റഷീദ്, എന്താണ് ഈ കേസും അതുപോലെ തന്നെ കോടതി വിധിയുടെ വിശദാംശങ്ങളും? റഷീദിലേക്ക് വരാം. ലൈംഗിക അതിക്രമ കേസിലാണ് തെഹൽക്ക മാഗസിൻ മുൻ എഡിറ്റർ ഇൻ ചീഫ് തരുൺ തേജ്പാലിന് 10 വർഷം തടവ് ശിക്ഷ ഇന്നിപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. 2013 ഈ ശിക്ഷാവിധിക്ക് അടിസ്ഥാനമായിട്ടുള്ള ആ ഒരു കേസ്, ആ ഒരു സംഭവം ഉണ്ടാകുന്നത് 2013 സഹപ്രവർത്തകയെ പീഡിപ്പിച്ച കേസിലാണ് ഇന്നിപ്പോൾ ബോംബെ ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. വിധിയുടെ വിശദാംശങ്ങൾ നോക്കാം. റഷീദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. റഷീദ്, വിശദാംശങ്ങൾ. ദിവ്യ, 2013 ജൂനിയർ സഹപ്രവർത്തകയെ ലൈംഗിക അതിക്രമം നടത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ള പേരിൽ തെഹൽക്ക മാഗസിൻ മുൻ എഡിറ്റർ ഇൻ ചീഫ് ആയിട്ടുള്ള തരുൺ തേജ്പാലിനെതിരെ കേസുണ്ടായിരുന്നത്. 2013 നടന്നിട്ടുള്ള കേസിൽ 2021 വിചാരണ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നെങ്കിൽ പോലും ഗോവ സർക്കാർ നൽകിയിട്ടുള്ള അപ്പീലിൽ ഇന്ന് ബോംബെ ഹൈക്കോടതി അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയായിരുന്നു. പിന്നീട് വിധി പറയുന്നതിനായിട്ട് ഈ കേസ് മാറ്റിവെക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ 10 വർഷത്തേക്ക് തടവ് ശിക്ഷ നൽകിയിരിക്കുന്നത്. കഠിനമായിട്ടുള്ള തടവ് ശിക്ഷയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. 75-കാരനാണ് താൻ. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ രൂക്ഷമായിട്ടുള്ള പല പരാമർശങ്ങളും ഉയർന്നു വരുന്നുണ്ട്. തനിക്ക് കേസുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല. തനിക്കെതിരെ ഉയർന്നത് അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ്, ആരോപണങ്ങളാണ് എന്നുള്ളതായിരുന്നു ബോംബെ ഹൈക്കോടതിയിൽ അദ്ദേഹം ഇന്ന് നേരിട്ട് തന്നെ എത്തി വാദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രായം പരിഗണിച്ചുകൊണ്ട് കുറ്റവിമുക്തനാക്കാൻ കഴിയില്ല എന്നുള്ള നിരീക്ഷണത്തിലേക്ക് ഹൈക്കോടതി എത്തുകയായിരുന്നു. ഇതിനുശേഷമാണ് 10 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. നേരത്തെ വിചാരണ കോടതി നൽകിയിട്ടുള്ള പുറപ്പെടുവിച്ചിരുന്ന ഉത്തരവ് അത് പൂർണ്ണമായിട്ടും റദ്ദാക്കിയതിനു ശേഷമായിരുന്നു ഇദ്ദേഹം കുറ്റക്കാരനാണ് എന്നുള്ള കാര്യം കണ്ടെത്തിയിരുന്നത്. എന്തായാലും നിലവിൽ ഈ ബോംബെ ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ തരുൺ തേജ്പാൽ എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും വർഷങ്ങളായിട്ട് ഈ കേസിന്റെ പിന്നിൽ തന്നെ വേട്ടയാടുകയാണെന്നും ഒരു നീതി ലഭിക്കുന്നത് വരെ ഈ നിയമ പോരാട്ടം നടത്തുമെന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ഈ വിധിക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ തേജ്പാൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ദിവ്യ.